നമസ്കാരം. ഞാൻ ഷംസുദ്ദീൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൽപ്പറ്റ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയാണ്. ഈ കുന്നമ്പറ്റ പ്രദേശത്തെ ഒരു സ്ഥിരതാമസക്കാരൻ എന്ന നിലയിൽ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് വേണ്ടി ഏറ്റെടുത്ത ഈ സ്ഥലത്ത് നിന്ന് സംസാരിക്കുന്നത്. മിനിയാന്ന് വൈകുന്നേരമാണ് ഈ ഭൂമിയുടെ രജിസ്ട്രേഷൻ അടക്കമുള്ള നടപടികൾ പൂർത്തീകരിച്ചത്. യുദ്ധകാലാടിസ്ഥാനത്തിൽ ആ ഭവന പദ്ധതി പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്നലെ രാവിലെ തന്നെ ഇവിടെ പ്രദേശവാസികളായ പണിക്കാരെ കൊണ്ടുവന്ന് കാറ്റവും മറ്റു മരങ്ങളുമെല്ലാം മുറിച്ചു നീക്കുന്ന പണികൾ ആരംഭിച്ചു. ഇന്നും ആ പണികൾ ഇപ്പോൾ പൂർത്തീകരിക്കുകയാണ്. 2-3 ദിവസം കൊണ്ട് ഈ ചെടികളും മരങ്ങളും എല്ലാം മുറിച്ചു നീക്കിയതിന് ശേഷം JCB ഉപയോഗിച്ച് മണ്ണ് മാറ്റലടക്കമുള്ള പ്രക്രിയകളുമായി ത്വരിതഗതിയിൽ ഇതിൻ്റെ പണികളുമായി മുന്നോട്ട് പോവുകയാണ്. ഈ ഭവന പദ്ധതി യാഥാർത്ഥ്യമാകുമെന്ന് വന്നപ്പോൾ പലരും ഇതിനെ തുരങ്കം വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്ന ചോദ്യം, ചില പുതിയ സോഷ്യലിസ്റ്റുകളും പഴയകാല സോഷ്യലിസ്റ്റുകളും ഉയർത്തിക്കൊണ്ടുവന്നൊരു ചോദ്യം, കോൺഗ്രസിൻ്റെ ഭവന പദ്ധതി എവിടെ, കോൺഗ്രസിൻ്റെ ഭൂമി എവിടെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നായിരുന്നു. കോൺഗ്രസ് ഭൂമി കണ്ടെത്തി, രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ചു. അതിനുശേഷം ഇതാ ഭവന പദ്ധതികൾ ത്വരിതഗതിയിൽ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രക്രിയയുമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് അവർ പുതിയ ആരോപണവുമായി വരുന്നത്, ഇത് ആനത്താരയാണ്. തൊട്ടടുത്ത് ഇതാ 50 മീറ്റർ അകലെ നിത്യസഹായ മാതാപള്ളിയാണ്. എൻ്റെ പുറകെ കാണാൻ എൻ്റെ സുഹൃത്ത് താമസിക്കുന്ന വീടാണിത്. ഇവിടെ ഈ റോഡിന് ഓപ്പോസിറ്റായിട്ട് 15ഓളം വില്ലകളുണ്ട്, ഹോം സ്റ്റേകളുണ്ട്, പ്ലാന്റ് ഉണ്ട്. ഇവിടെ ഒരു ആനത്താരയുമല്ല. മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ തന്നെ ഭവന പദ്ധതി ഒരുക്കണമെന്നുള്ളത് ദുരന്തബാധിതരുടെ ആവശ്യമായിരുന്നു. ആ ആവശ്യം മുഖവിലക്കെടുത്തുകൊണ്ട് മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ കോട്ടപ്പടി വില്ലേജിലെ ഏറ്റവും തറവില കൂടിയ പ്രദേശമാണ് കുന്നമ്പറ്റ. ആ കുന്നമ്പറ്റയിൽ തന്നെ നമുക്കറിയാം എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുമുണ്ട്. കൽപ്പറ്റയിലേക്കും മേപ്പാടിയിലേക്കും 5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ചുണ്ടയിലേക്ക് ഇവിടെ നിന്ന് 5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. പള്ളിയുണ്ട്, അമ്പലമുണ്ട്, സ്കൂളുകളുണ്ട്, വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. ഈ പ്രദേശത്താണെങ്കിൽ ഏത് സമയവും വെള്ളം കിട്ടും. ഇവിടെ കിണറിൽ നിന്ന് ഒരു 50 അടി 60 അടി താഴ്ചയിൽ വെള്ളം കിട്ടുന്ന പ്രദേശമാണ്. എന്നാൽ മഴക്കാലത്ത് വെള്ളപ്പൊക്ക ബാധിത പ്രദേശവുമല്ല. കുന്നമ്പറ്റ എന്ന് പറയുന്നത് ഇന്ന് വയനാട് ജില്ലയിൽ നിന്ന് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഏറ്റവും കൂടുതലധികം സ്ഥലം വാങ്ങുകയും വീട് വയ്ക്കുകയും ത്വരിതഗതിയിൽ വളർന്നു വരികയും ചെയ്യുന്ന ഒരു പ്രദേശമാണ് കുന്നമ്പറ്റ. തറവിലെ ഏറ്റവും കൂടിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഏറ്റവും കൂടുതലുള്ള മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ ഒരു പ്രദേശം എന്ന നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആത്മാർത്ഥതയോടുകൂടിയാണ് ഈ പദ്ധതി ഏറ്റെടുക്കുന്നത്. ഈ ഭവന പദ്ധതി തുരങ്കം വയ്ക്കാൻ ശ്രമിച്ചവർ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ ഇതിന് മറുപടി കൊടുത്തു കഴിഞ്ഞു. ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു വീട് കിട്ടട്ടെ, ആ വീടിനെ നിങ്ങൾ തുരങ്കം വെക്കരുത് എന്നാണ് അവിടുത്തെ സ്ത്രീകളടക്കമുള്ള വിധവകളടക്കമുള്ള ആളുകളുടെ അഭ്യർത്ഥന. ആ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് ഏറ്റവും അടിസ്ഥാന സൗകര്യങ്ങളോടുകൂടിയ മാതൃകാപരമായിട്ടുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഭവന പദ്ധതി, ഒരു ടൗൺഷിപ്പ് അത് യാഥാർത്ഥ്യമാക്കും. നമുക്ക് അധികം താമസിയാതെ അതിൻ്റെ താക്കോൽ ദാനം അടക്കമുള്ള ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഈ റിപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെ അടക്കം ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്.